6 ജില്ലകളിൽ സോയിൽ പൈപ്പിംഗ് തീവ്രം. കേരളത്തിലെ മിക്ക ജില്ലകളിലെയും സോയിൽ പൈപ്പിംഗ് തീവ്രമായ സാഹചര്യത്തിലെന്ന് പഠനം. ഭൂമിയുടെ ഉള്ളറകളിൽ മണ്ണൊലിപ്പുണ്ടാക്കുന്ന സോയിൽ പൈപ്പിംഗ് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, വയനാട്, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ വ്യാപകമാണെന്നാണ് കണ്ടെത്തൽ. കാസർഗോഡ് 29, കണ്ണൂർ 17, മലപ്പുറം 24, വയനാട് 26 എന്നിങ്ങനെയാണ് സോയിൽ പൈപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യന് കടന്നു ചെല്ലാൻ സാധിക്കുന്ന അത്രയും വലിപ്പമുള്ള തുരങ്കത്തിന് സമാനമായവയാണ് സോയിൽ പൈപ്പിംഗ് ഉള്ളതെന്ന് തിരുവനന്തപുരം ദേശീയ ഭൌമശാസ്ത്ര കേന്ദ്രം മുൻ ശാസ്ത്രജ്ഞൻ ജി ശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ സുസ്ഥിരതയ്ക്ക് സോയിൽ പൈപ്പിംഗ് ഭീഷണിയാകുന്നതായാണ് കണ്ടെത്തൽ. എന്നാൽ പാലക്കാട്, പത്തനംതിട്ട, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ അപൂർവമെന്നാണ് പഠനം. ഭൂപ്രകൃതി, ചെരിവ്, മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂഗർഭ ജലത്തിന്റെ ഒഴുക്ക്, കാർഷിക രീതികൾ, മരം മുറിക്കൽ, ഖനനം തുടങ്ങിയവയാണ് സോയിൽ പൈപ്പിംഗിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ. പുത്തുമലയിലെ മണ്ണിടിച്ചിലിന് പിന്നിൽ സോയിൽ പൈപ്പിംഗ് ആയിരുന്നു. എന്നാൽ ചൂരൽമലയിൽ സോയിൽ പൈപ്പിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. ചെന്നിത്തല ചെയ്യുന്നത് ശരിയല്ല. പണം നൽകുന്നെങ്കിൽ കോൺഗ്രസ് വഴിയാണ് നൽകേണ്ടതെന്ന് സുധാകരൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള തീരുമാനത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല. സർക്കാരിന് സംഭാവന കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്ക് പണം സ്വരൂപിക്കാൻ അതിന്റേതായ ഫോറമുണ്ട്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ദുരിതാശ്വാസ നിധി തുടങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും അതുവഴിയാണ് പണം നൽകേണ്ടതെന്നും ചെന്നിത്തല ചെയ്യുന്നത് ശരിയല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. വീണ്ടും ഇടിവിൽ സ്വർണ്ണവില. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഈ മാസത്തെ ആദ്യത്തെ വിലയിടിവാണിത്. കഴിഞ്ഞ 3 ദിവസമായി സ്വർണ്ണവില ഉയരുകയായിരുന്നു. ഇന്ന് പവന് 80 രൂപയാണ് കുറഞ്ഞത്. 1 പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില 51,760 രൂപയാണ്. ഇന്നലെ 1 പവന് 240 രൂപ വർദ്ധിച്ചിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി സ്വർണ്ണവില 1,780 രൂപയാണ് വർദ്ധിച്ചത്. വയനാട് ദുരന്തത്തിൽ ബിജെപി രാഷ്ട്രീയം കലർത്തുന്നു. വി ഡി സതീശൻ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബിജെപി രാഷ്ട്രീയം കലർത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇപ്പോൾ അതിനുള്ള സമയമല്ല. വയനാട് ദുരന്തത്തെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതെന്ന് അറിയില്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാജ്യസഭയിലും ലോക്സഭയിലും എംപിമാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കേണ്ട സമയമല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്നും ദുരിതാശ്വാസ നിധിയിലെ കണക്കുകൾ സുതാര്യമായിരിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ പാകം ചെയ്തതടക്കം ഭക്ഷണപദാർത്ഥങ്ങൾ ആവശ്യമില്ലെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ്. വയനാട്ടിലെ ദുരന്ത മേഖലയായ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലേക്ക് പാകം ചെയ്ത ഭക്ഷണങ്ങളോ ഭക്ഷണപദാർത്ഥങ്ങളോ കൊണ്ടുവരേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന വോളണ്ടിയർമാർക്കും സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള അംഗങ്ങൾക്കും ഭക്ഷണം മേപ്പാടിയിലെ പൊതുവായ അടുക്കളയിലാണ് തയ്യാറാക്കുന്നത്. ഇവിടെ നിന്നും ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ ചൂരൽമലയിൽ ഒരുക്കിയിട്ടുള്ള ഫുഡ് സെന്ററിൽ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ മുഖാന്തരമാണ് നൽകുക. പ്രസ്തുത സാഹചര്യത്തിൽ ദുരന്ത പ്രദേശം ഉൾപ്പെടുന്ന വിവിധ സോണുകളിലേക്ക് നേരിട്ട് ഭക്ഷണം എത്തിക്കാൻ ആരും ശ്രമിക്കരുത്. അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണമെന്നും കളക്ടർ വ്യക്തമാക്കി.